ഹായ്. പൊന്നൂനെയും കൂട്ടി ഞങ്ങൾ പാലക്കാട് നിന്ന് നേരെ മലപ്പുറത്തേക്ക് വന്നു കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ പാലക്കാട് ട്രെയിൻ ഇറങ്ങി വന്ന സമയത്ത് ഞങ്ങളവിടെ പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് മലപ്പുറത്തേക്ക് പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ ഏട്ടനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ചോറും ഇതൊക്കെ കൊണ്ട് വന്നതാണ് അവർ. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകളാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ സമയത്തും പ്രാർത്ഥനകളൊക്കെ നമുക്കിങ്ങനെ കേൾക്കാം. എനിക്കത്ര മലപ്പുറത്തൊക്കെ ആണെങ്കിലും ഈ ഹോസ്പിറ്റലിൽ ഞാൻ വല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ കണ്ടു. അപ്പോൾ സന്ധ്യേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ദേവൂട്ടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ വീട്ടിലേക്ക് ആക്കിയിട്ട് അവൾക്ക് ഇങ്ങോട്ട് വരാനായിരുന്നു. പൊന്നൂന് അതിനിടയിൽ ഞങ്ങൾ കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾക്ക് വേണ്ടാക്കുക ഛർദ്ദിക്കാനും ഒക്കെ വന്നിട്ട് അവൾക്ക് തീരെ വയ്യാത്ത കാരണം വേറെ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവൾക്കൊന്നും പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ പൊടിയരി കഞ്ഞിയൊക്കെ വാങ്ങിച്ചിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ഒന്നും കഴിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേവൂട്ടി ഉണ്ട്. നമ്മളവിടെ കസേരയിലൊക്കെ ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. പൊന്നൂനപ്പോൾ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടൊക്കെ അത് കഴിപ്പിച്ചു കേട്ടോ കഞ്ഞി. പിന്നെ ചേച്ചി ഞാനും കൂടിയൊക്കെ മരുന്നും അതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കൊടുത്തിട്ട് അതിന് ശേഷം അവിടെയൊക്കെ കിടക്കുകയായിരുന്നു. പിന്നീട് രാത്രിയിലായപ്പോൾ അവളെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരി ലാബിലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക.